ഭാരതപ്പുഴയുടെ മണൽപ്പുറത്ത് ചരിത്രവും ഭക്തിയും സംഗമിക്കുന്ന തിരുനാവായ മാമാങ്ക മഹോത്സവത്തിൻ്റെ തിരക്കുകളിലേക്ക് ഞങ്ങളും അലിഞ്ഞു ചേർന്നു. ആവേശവും അതിനൊപ്പം ആത്മീയതയും നിറഞ്ഞ ഒരു മനോഹര ദിവസമായിരുന്നു. ഞങ്ങളുടെ യാത്രയുടെ തുടക്കം തന്നെ ഹൃദയവും ഒപ്പം വയറും നിറച്ചുകൊണ്ടായിരുന്നു. മോഹൻജി ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള അമ്മൂസ് കെയർ ഒരുക്കിയ സ്നേഹസമ്പന്നമായ അന്നദാന പന്തലിലേക്കാണ് ആദ്യം എത്തിയത്. അവിടെ നിന്നും അന്നപ്രസാദം സ്വീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം തോന്നി. അന്നപ്രസാദം നമുക്ക് നൽകുന്ന മനോഹരമായ ഈ അർപ്പിത കരങ്ങളെ നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. അവിടെ നിന്ന് വയറും മനസ്സും നിറയ്ക്കുന്ന അന്നപ്രസാദം കഴിച്ചതോടെ യാത്രയുടെ ആവേശം ഇരട്ടിയായി. ഉച്ചവെയിൽ കനത്തു നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ നിളയുടെ അക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും വെയിലിൻ്റെ കാഠിന്യം എത്രയാണെന്ന്. താൽക്കാലിക പാലത്തിലൂടെയാണ് ഞങ്ങൾ നിളയുടെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കഠിനമായ ചൂടും നിളയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അത്. മണൽ വിരിച്ച പുഴയുടെ മാറിലൂടെ താൽക്കാലികമായി നിർമ്മിച്ച ആ പാലത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ മനസ്സിൽ നമുക്ക് ഒരേ സമയം ആവേശവും അല്പം ആകാംക്ഷയും നിറഞ്ഞു നിൽക്കും. പാലത്തിന് താഴെ ശാന്തമായി ഒഴുകുന്ന നിള, ആ ഒഴുക്കിന് മുകളിലൂടെയുള്ള ഓരോ ചുവടും പ്രകൃതിയുമായുള്ള ഒരു സംഭാഷണം പോലെ നമുക്ക് തോന്നും. നിളയുടെ മണൽപ്പരപ്പിന് മുകളിൽ താൽക്കാലികമായി കെട്ടി ഉയർത്തിയ ആ പാലത്തിലൂടെയുള്ള നടത്തം കേവലം ഒരു യാത്രയല്ല, മറിച്ച് അത് ഭക്തിയുടെ മറ്റൊരു ലോകത്തേക്കുള്ള നമ്മുടെ ചുവടുവെപ്പായിരിക്കും. ഓരോ തവണ ചുവട് വയ്ക്കുമ്പോഴും പാലത്തിന് താഴെ ഒഴുകുന്ന നിളയുടെ തണുപ്പും മുകളിൽ തിളങ്ങുന്ന സൂര്യൻ്റെ പ്രഭയും നമ്മളെ ഒരുപോലെ പൊതിയുന്നുണ്ടാകും. നവാമുകുന്ദ ദർശനം പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. കണ്ണുകൾ അറിയാതെ മറുകരയിലേക്ക് നീളും. അവിടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന നവാമുകുന്ദ ക്ഷേത്രം ദൃശ്യമാകും. പുഴയുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൂരെ കാണുന്ന ആ ക്ഷേത്രഗോപുരം മനസ്സിന് നൽകുന്ന ഒരു സമാധാനമുണ്ട്. അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ഭഗവാനെ സാക്ഷിയാക്കി നിലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായി തോന്നി. ഒരു വശത്ത് ചരിത്രപ്രസിദ്ധമായ നവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം, മറുവശത്ത് ആരതിക്കായി ഒരുങ്ങുന്ന നിളയുടെ തീരം. ആ പാലത്തിലൂടെയുള്ള യാത്രയിൽ അങ്ങ് ദൂരെ നിളാസ്നാനം ചെയ്യുന്ന ഭക്തരെ കാണുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു. കഷ്ടപ്പെട്ട് നടന്നു കയറിയതിൻ്റെ ക്ഷീണമൊക്കെ ആ ഒരു ദർശനത്തിൽ അലിഞ്ഞുപോയി. കഠിനമായ വെയിലാണെങ്കിലും പുഴയുടെ നടുവിലെത്തുമ്പോൾ വീശുന്ന ആ ചെറിയ കാറ്റ് തരുന്ന കുളിർമ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതിയാണ്. ഒരു വശത്ത് വെയിലേറ്റ് തിളങ്ങുന്ന മണൽത്തരികൾ, മറുവശത്ത് ഭക്തരുടെ പ്രാർത്ഥനകൾ. ഇവയ്ക്കിടയിലൂടെ ആ പാലത്തിലൂടെയുള്ളൊരു നടത്തം പുണ്യയാത്രയുടെ പൂർണ്ണതയായിരുന്നു. പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശത്തിൻ്റെ വിശാലതയും താഴെ ഒഴുകുന്ന നിളയുടെ ശാന്തതയും തീരങ്ങളിൽ കാത്തിരിക്കുന്ന ആയിരങ്ങളും ചേർന്നപ്പോൾ അതൊരു അപൂർവ ദൃശ്യവിരുന്നായി മാറി. ആ പാലം കേവലം അക്കരെ എത്താനുള്ള ഒരു വഴി മാത്രമായിരുന്നില്ല, മറിച്ച് മാമാങ്കത്തിൻ്റെ ചരിത്രത്തിലേക്കും ഭക്തിയുടെ ആഴങ്ങളിലേക്കും ഞങ്ങളെ നയിച്ച ഒരു അനുഭവങ്ങളുടെ പാലം കൂടിയായിരുന്നു അത്. പാലത്തിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി വിവരണങ്ങൾക്കും അപ്പുറമാണ്. പാലത്തിലൂടെയുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവമായിരുന്നു. താഴെ പുണ്യനദിയായ നിളയിൽ പാപമുക്തി തേടി മുങ്ങിക്കുളിക്കുന്ന ഭക്തർ. വെയിൽ കഠിനമാണെങ്കിലും ജനങ്ങളുടെ ഭക്തിക്ക് മുന്നിൽ ആ ചൂട് ഒന്നുമല്ലായിരുന്നു. അങ്ങനെ ഞാനും ഇതാ ആ മഹാപുണ്യത്തിലേക്ക് നടന്നടക്കുകയാണ്. എൻ്റെ കാലുകൾ ആ പുണ്യഭൂമിയെ സ്പർശിച്ചിരിക്കുകയാണ്. ഇതിലും വലിയൊരു സൗഭാഗ്യം ജീവിതത്തിൽ ഇനിയുണ്ടോ എന്നെനിക്കറിയില്ല. ഈ ഒരു പുണ്യഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരാൻ സഹായിച്ച ഒരാളെ കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. ആളാണ് കേട്ടോ. പുണ്യസ്നാനം
മകന് വളരെ നല്ലൊരു അനുഭൂതിയായിരുന്നു. അവനത് വളരെ വലിയൊരു ആഘോഷമാക്കി മാറ്റി. നിളാസ്നാനത്തിന് ശേഷം ഞങ്ങൾ രഥത്തെ തൊഴുതു വണങ്ങി. അവിടെയും നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ യജ്ഞശാലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനടുത്തായി ഒരുപാട് ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇടമൊരുക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പുറത്ത് മണൽപ്പരപ്പിൽ ആളുകളുടെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഉച്ചവെയിലിൽ തിളയ്ക്കുന്ന മണലിൽ തുണി വിരിച്ചും തലയിൽ മുണ്ട് പൊതിച്ചും തണൽ തേടിയും ആയിരങ്ങൾ ഇവിടെ ക്ഷമയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നിളയുടെ തീരത്ത് നടക്കാനിരിക്കുന്ന നിളാ ആരതി എന്ന ആ മനോഹര ദൃശ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കുങ്കുമം വാരി വിതറി ആകാശം ചുവപ്പണിഞ്ഞപ്പോൾ ആ ദൃശ്യം വർണ്ണാതീതമായിരുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പിന് അർത്ഥം നൽകിക്കൊണ്ട് സന്ധ്യാസമയത്ത് ആ ചുവന്ന ആകാശത്തിന് താഴെ നിളാ ആരതി ആരംഭിച്ചു. പുഴയുടെ മാറിലെ ആ ദീപശോഭയും മന്ത്രോച്ചാരണങ്ങളും വാക്കുകൾക്ക് അതീതമായിരുന്നു. ആ ദിവ്യപ്രഭ കണ്ടു തൊഴുതപ്പോൾ പകൽ മുഴുവനും അനുഭവിച്ച വെയിലും ക്ഷീണവും എങ്ങോട്ടോ മറഞ്ഞുപോയി. മകനും ആ അദ്ഭുത കാഴ്ചകൾ കൗതുകത്തോടെ നോക്കി നിന്നു. പുഷ്പങ്ങൾ വാരി വിതറി. ഇനി ശംഖനാദത്തിനുള്ള സമയമാണ്. ശംഖനാദത്തിൽ മുഴുകിയ നിളാതീരം. ആദ്യം ധൂപങ്ങൾ കൊണ്ടാണ് നിളയെ ഒഴിഞ്ഞത്. ഉയർന്നു പൊങ്ങിയ ആ സുഗന്ധ പുകച്ചുരുളുകൾ മനസ്സിന് വല്ലാത്തൊരു ഏകാഗ്രത നൽകി. അതിനുശേഷമായിരുന്നു ദീപങ്ങളുടെ വരവ്. പല തട്ടുകളിലായി ജ്വലിച്ചു നിൽക്കുന്ന വിളക്കുകൾ ഉയർത്തി നടത്തിയ ആരതി നിളയുടെ കറുത്ത ജലപ്പരപ്പിന് സ്വർണ്ണ നിറം പകർന്നു. ഓരോ തട്ടിലെയും ദീപനാളങ്ങൾ ഭക്തിയുടെ ചൈതന്യം വിളിച്ചോതുന്നവയായിരുന്നു. പല തട്ടുകളിലുള്ള ദീപങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ നിളയുടെ നെഞ്ചിൽ 1000 സൂര്യന്മാർ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. എല്ലാവരെയും വിസ്മയിപ്പിച്ചത് നാഗരൂപത്തിലുള്ള വിളക്കുകൾ കൊണ്ടുള്ള ആരതിയായിരുന്നു. പത്തിവിടർത്തി നിൽക്കുന്ന നാഗരൂപത്തെ വടിവത്ത വിളക്കുകൾ വായുവിലുയർന്നപ്പോൾ അതൊരു ദിവ്യ ദർശനം പോലെ അനുഭവപ്പെട്ടു. കറുത്ത ആകാശത്തിനു താഴെ നൂറുകണക്കിന് ദീപങ്ങൾ ഒരേ സമയം നിളയ്ക്ക് വന്ദനമേകുമ്പോൾ അത്രയും നേരം അനുഭവിച്ച വെയിലും തിരക്കും മറന്ന് ഞങ്ങൾ ആ ഭക്തിപ്രവാഹത്തിൽ ലയിച്ചു നിന്നു. ആരതി കഴിഞ്ഞപ്പോൾ ജനസമുദ്രമായിരുന്നു അവിടെ. പാലത്തിലൂടെയുള്ള മടക്കയാത്ര കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും ആ തിരക്കിലും ഞങ്ങൾ സുരക്ഷിതരായി പുറത്തെത്തി. തിരക്കിനിടയിലൂടെ പാലം കടന്ന് തിരികെ വരുമ്പോൾ കണ്ണുകളിൽ അപ്പോഴും ആ നാഗവിളക്കുകളുടെ പ്രഭ ബാക്കിയുണ്ടായിരുന്നു. ശാന്തമായി ഒഴുകുന്ന നിളയെപ്പോലെ ആത്മീയമായ ഒരു വലിയ അനുഭവം കൂട്ടിനു പിടിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്.